ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 6 ധ്യാനയോഗം. ശ്ലോകം 34. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധീ ബലവത് ദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. വിവർത്തനം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാവാർത്ഥം: മനസ്സ് ബുദ്ധിക്ക് വഴങ്ങണമെന്നാണ് പ്രമാണം. എന്നാൽ ചിലപ്പോൾ ബുദ്ധിയെ മനസ്സിൻ്റെ ശക്തിയും വാശിയും കീഴടക്കിക്കളയുന്നു. പ്രായോഗിക ജീവിതത്തിൽ അസംഖ്യം ശത്രുക്കളോട് പൊരുതേണ്ടി വരുന്ന മനുഷ്യന് തീർച്ചയായും മനോനിയന്ത്രണം പ്രയാസമുള്ളതാണ്. ശത്രുമിത്രങ്ങളെ സമദൃഷ്ട്യാ കാണുന്ന ഒരു മാനസികാവസ്ഥ കൃത്രിമമായി സ്വീകരിക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും വാസ്തവത്തിൽ ഒരു പ്രാപഞ്ചിക മനുഷ്യനും സാധ്യമല്ല. കൊടുംകാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ ദുഷ്കരമാണത്. വൈദിക ശാസ്ത്രത്തിൽ ഘടോപനിഷത്ത് 1:3-4 പറയുന്നു: ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹുർ വിഷയാംസ്ഥേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹുർ മനീഷണഃ. ഭൗതിക ദേഹമാകുന്ന രഥത്തിലെ തേരാളിയാണ് ജീവാത്മാവ്. ബുദ്ധിയാണതിനെ നയിക്കുന്ന സാരഥി. മനസ്സ് കടിഞ്ഞാണും ഇന്ദ്രിയങ്ങൾ കുതിരകളുമത്രേ. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമ്പർക്കത്താൽ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അഭിജ്ഞരായവർ ഇത് മനസ്സിലാക്കുന്നു. മനസ്സിന് വഴി കാട്ടേണ്ടതാണ് ബുദ്ധി. എങ്കിലും തൻ്റെ വാശിയും ബലവും കൊണ്ട് പലപ്പോഴും അത് ബുദ്ധിയെ കീഴടക്കുന്നു. കടുത്ത രോഗബാധ ഔഷധങ്ങളുടെ ശക്തിയെ തോൽപ്പിക്കുന്നത് പോലെ അങ്ങനെ വഴക്കമില്ലാത്ത ഒരു മനസ്സിനെ യോഗചര്യ കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അർജുനനെ പോലുള്ള ഒരു പ്രാപഞ്ചികന് അത് സാധ്യമല്ല. ആധുനിക മനുഷ്യരെക്കുറിച്ച് പിന്നെന്തു പറയാനാണ്? സമുചിതമായൊരു ഉപമയാണിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആഞ്ഞടിക്കുന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. പ്രക്ഷുബ്ധമായ മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിലും അധികം പ്രയാസമുണ്ട്. ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്നത് പോലെ ഹരേ കൃഷ്ണ എന്ന മോക്ഷദായക മഹാമന്ത്രം ഏറ്റവും വിനയത്തോടെ ജപിക്കുക മാത്രമാണ് മനോനിയന്ത്രണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞ ഉപായം. സ വൈ മനഃ കൃഷ്ണ പദാരവിന്ദയോ എന്നതാണ് ഇതിന് നിർദ്ദിഷ്ടമായ പദ്ധതി. തൻ്റെ മനസ്സ് പൂർണ്ണമായി കൃഷ്ണനിൽ അർപ്പിക്കുക എന്നാൽ മാത്രമേ മനസ്സിനെ അലട്ടുന്ന മറ്റു പ്രവൃത്തികളെല്ലാം ഇല്ലാതാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.